കെ സനോജ് നമുക്കൊപ്പം ചേർന്നു. ഡാൻ, ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ ശ്രീ വി കെ സനോജ്, കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് സസ്പെൻഡ് ചെയ്തത്. അംഗീകരിക്കുന്നുണ്ടോ? കോൺഗ്രസിന്റെ അംഗത്വത്തിന്റെ സസ്പെൻഡ് ചെയ്യുന്നതൊക്കെ അവരുടെ സംഘടനാപരമായിട്ട് കാര്യമാണ്. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം MLA ആയിട്ട് ഇത്രയും ആഭാസത്തരം ചെയ്തിട്ടുള്ള, ഇത്രയും പെൺകുട്ടികളോട് അങ്ങേയറ്റം മോശമായ നിലയിൽ പെരുമാറിയിട്ടുള്ള, ഗർഭചിത്രം നടത്തിയിട്ടില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുള്ള ഒരാൾ MLA ആയി തുടരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തങ്ങൾക്ക് ഇങ്ങനൊരു MLA ആവശ്യമില്ല എന്ന് ഈ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ മാത്രമല്ലല്ലോ, എല്ലാ വിഭാഗം ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്ത് പ്രവർത്തിച്ച അമ്മമാരും സഹോദരിമാരുമെല്ലാം ആ മണ്ഡലത്തിൽ ഇയാളെ ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഉമാ തോമസിനെ പോലെയുള്ള MLA മാർ, വനിതാ MLA മാർ പറഞ്ഞു കഴിഞ്ഞു. മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നുണ്ട്. പക്ഷെ അതിനെല്ലാം മറികടന്നിട്ട് ഇങ്ങനൊരു തീരുമാനമെടുത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് തടി തപ്പാമെന്ന് കരുതേണ്ടതില്ല. ഇങ്ങനൊരു MLA പാലക്കാട് ജനങ്ങൾക്ക് ആവശ്യമില്ല. കോൺഗ്രസ് പാർട്ടി സസ്പെൻഡ് ചെയ്യോ ഇല്ല എന്നൊന്നും നമ്മുടെ വിഷയമല്ല. അതല്ല അവരുടെ സംഘടനാപരമായിട്ടുള്ള കാര്യമാണ്. ജനങ്ങളുടെ മുമ്പിൽ MLA ആയി തുടരാനുള്ള അർഹത അയാൾക്കില്ല. തീർച്ചയായും വളരെ നന്ദി ശ്രീ വി കെ സനോജ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. വീണ്ടും ഡാൻ കുര്യനിലേക്ക് തന്നെ പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു പാർട്ടി. മുഖം രക്ഷിക്കാനുള്ള നടപടിയായിട്ടാണ് ഇതിനെ വിലയിരുത്തേണ്ടത്. കാരണം പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ പുറത്താക്കിയിരിക്കുന്നു. നമുക്കറിയാം, ഇന്നലെ വരെ സംഘടനയ്ക്ക്, യൂത്ത് കോൺഗ്രസിന് അഭികാമ്യനല്ലാത്ത ഒരാളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇന്നിപ്പോഴിതാ പാർട്ടിയിൽ നിന്ന് പോലും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പാലക്കാടിന്റെ ജനപ്രതിനിധിയായി രാഹുൽ മാങ്കൂട്ടത്തിന് തുടരാൻ സാധിക്കൂ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നു. ഒപ്പം ഡാൻ, നമ്മൾ നേരത്തെ ചോദിച്ച ആ 3 ചോദ്യം അത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. അതിലൊന്ന് അതിങ്ങനെയാണ്: യുവനടിയുടെ ആരോപണങ്ങളിൽ രാഹുലിന് മറുപടി ഉണ്ടോ? 2, യുവതിയെ ഗർഭചിത്രത്തിന് ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ സന്ദേശം തന്റേതല്ല എന്ന് പറയാൻ ആർജവമുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിന്? 3, ഹണി ഭാസ്കരൻ, അവന്തിക തുടങ്ങിയ ആളുകൾ ഉന്നയിച്ചത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള പരാതിയാണ്. അത് തെറ്റാണെങ്കിൽ എന്തുകൊണ്ട് മാനനഷ്ട കേസ് നൽകാൻ ശ്രീ രാഹുൽ മാങ്കൂട്ടം തയ്യാറാകുന്നില്ല എന്നുള്ള 3ാമത്തെ ചോദ്യം. അപ്പോൾ എന്താണ് ഭയക്കുന്നത് ഡാൻ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടം? അതിനൊക്കെ അപ്പുറത്ത് പാർട്ടി മറുപടി പറയേണ്ടി വരുന്ന, രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിരോധം തീർക്കാൻ നിർബന്ധിതരാകാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2 തവണയാണ് ഈ ആരോപണങ്ങൾ ഉയർന്നതിന് ശേഷം രാഹുൽ മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചത്. ആ 2 തവണയും രാഹുൽ മാധ്യമങ്ങളോട് പറഞ്ഞത് തനിക്കെതിരായി വരുന്ന ആക്ഷേപങ്ങളിൽ ആരും പരാതിയുമായി ഒരു നിയമ സംവിധാനങ്ങളെയും സമീപിച്ചിട്ടില്ല. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ദീപാദാസ് മുൻഷിയും വ്യക്തമാക്കിയത്. അങ്ങനെ ഒരു പരാതിയും രേഖാമൂലം പാർട്ടി നേതൃത്വത്തിനോ പോലീസിനോ നിയമ സംവിധാനങ്ങൾക്കോ ലഭിച്ചിട്ടില്ല എങ്കിൽ പിന്നെ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്? പിന്നെ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്? ഈ 2 ചോദ്യങ്ങൾക്ക് രാഹുലും കോൺഗ്രസ് നേതൃത്വവും മറുപടി പറയേണ്ടി വരും. മാത്രവുമല്ല, ആരോപണങ്ങൾ നേരിട്ട ഒരുപാട് നേതാക്കൾ കോൺഗ്രസിൽ ഇതിനു മുമ്പുണ്ട്. അവർക്കെതിരെ ഒന്നും സ്വീകരിക്കാത്ത ഒരു നടപടി പിന്നെ എന്തുകൊണ്ട് രാഹുലിനെതിരെ മാത്രം? ഇതടക്കമുള്ള ചോദ്യങ്ങൾക്ക് നേതൃത്വം മറുപടി നൽകാൻ നിർബന്ധിതരാകും. ആ ഒരു സാഹചര്യത്തിലേക്ക് കൂടിയാണ് നിലവിലെ ഈ കടുത്ത തീരുമാനം പാർട്ടിയെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് കൂടുതൽ ഗുരുതരമായ ആരോപണങ്ങൾ പുറത്തുവരികയോ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന, വിഷമത്തിലാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുന്നത് തടയാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രതികരണങ്ങളെ നോക്കിക്കാണാൻ, ഇപ്പോഴുള്ള പാർട്ടിയുടെ നടപടിയെ നോക്കിക്കാണാൻ. എന്തായാലും കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പരസ്യമായി ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് ഒരുപക്ഷെ പാർട്ടിയുടെ കൃത്യമായൊരു നിലപാടായി തന്നെ നമുക്ക് വ്യാഖ്യാനിക്കാനും കഴിയും. ആദ്യഘട്ടത്തിൽ ഇതിലെന്തോ ഗൂഢാലോചനയുണ്ട് എന്ന് സംശയിച്ചിരുന്ന മുതിർന്ന നേതാക്കൾ പോലും പിന്നീട് ഈ സംഭവങ്ങളുടെ ഗൌരവം നേരിട്ട് മനസ്സിലാക്കിയതോടെയാണ് പാർട്ടി നേതൃത്വം കരുതുന്നതിന് അപ്പുറത്തേക്കാണ് ഈ വിഷയത്തിന്റെ വ്യാപ്തി. ജിൻഡോ ജോർജ് നമുക്കൊപ്പം ചേർന്നു. ശ്രീ ജിൻഡോ ജോർജ്, മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടിയായിട്ടാണ്, ശ്രീ ജിൻഡോ ജോൺ ആണ് നമുക്കൊപ്പം ചേർന്നത്. ജിൻഡോ ജോൺ, മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടി എന്നാണ് BJP അടക്കം ഇപ്പോൾ രാഹുലിനെ സസ്പെൻഡ് ചെയ്തതിനെ നോക്കിക്കാണുന്നത്. എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അപർണ, ഞാൻ മനസ്സിലാക്കുന്നത് BJPക്ക് അല്ലെങ്കിൽ CPM-നൊന്നും ഇത് പറയാൻ അർഹതയില്ല, ഒന്നാമത്തെ കാര്യം. 2, കോൺഗ്രസിന് മുഖം രക്ഷിക്കേണ്ട കാര്യമില്ല. കോൺഗ്രസിന്റെ മുഖത്തിന് ഒരു മോശവും സംഭവിച്ചിട്ടില്ല. കാരണം ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്ന ഓരോ ഘട്ടത്തിലും കോൺഗ്രസ് കൃത്യമായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ
പൊളിറ്റിക്കൽ ഐഡിയോളജിയിൽ ഉറച്ചു നിന്നിട്ടുള്ള നിലപാടാണ്. ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തോട് സംസാരിച്ചു, സാഹചര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി കൊടുത്തു. അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യമുണ്ടായി. തുടർന്നുള്ള ഘട്ടത്തിൽ ഇപ്പൊ പാർട്ടി പരിശോധിച്ചിട്ട് പാർട്ടിക്ക് ബാക്കി നേതാക്കന്മാരുമായി കൂടിയാലോചിച്ച് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നു, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുന്ന സാഹചര്യമുണ്ടായി. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, നടപടികൾ ആദ്യഘട്ടം മാത്രമാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറുന്ന സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന്റെ AICC ജനറൽ സെക്രട്ടറി ആയാലും എല്ലാ നേതാക്കന്മാരും കൃത്യമായിട്ടുള്ള നിലപാട് ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആദ്യഘട്ടം മുതൽ പറയുന്നത് പോലെ ഞങ്ങൾ കോൺഗ്രസിനോട് തന്നെയാണ് ഈ കാര്യത്തിൽ മത്സരിക്കുന്നത്. CPM-ഉമായിട്ട് ഞങ്ങളെ താരതമ്യം ചെയ്യുന്നേ ഇല്ല, BJP-യുമായിട്ട് താരതമ്യം ചെയ്യുന്നില്ല. അതുകൊണ്ട് ഒരു തിരക്കും ആർക്കും ഉണ്ടാകേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് അത് പരിശോധിച്ച് അതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കി ഉള്ള നടപടികൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. രാജിയിലേക്ക് കടക്കും എന്നാണോ? അല്ല, അത് ഞാൻ പറയാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആള് ഞാനല്ല. അത് ഇപ്പൊ പറയേണ്ട സാഹചര്യമല്ല. അത് ഓരോ ഘട്ടമുണ്ടല്ലോ, ഓരോന്ന് മനസ്സിലാക്കി നമ്മൾ അതിന്റെ ഗൗരവത്തിനനുസരിച്ചിട്ടാണല്ലോ ഓരോ നടപടികൾ സ്വീകരിക്കേണ്ടത്. അല്ല, തിടുക്കപ്പെട്ട് നമ്മൾ ഒരാളെ ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ അപ്പോൾ തന്നെ ക്രൂശിക്കാൻ വിട്ടുകിടക്കുന്നില്ല. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ ഈ പരാതികളുടെ മെറിറ്റും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ആ രീതിയിലും നമ്മൾ പരിശോധനയിലൂടെയാണ് ഓരോ ഘട്ടത്തിൽ, ഇപ്പൊ 2 ഘട്ടമായല്ലോ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാ വരുന്നതെന്ന്. ശ്രീ ജിൻഡ, ഒരു കാര്യം കൂടി, ഇന്നലെ നിങ്ങളുടെ തന്നെ വനിതാ നേതാക്കളുടെ ആർജവമുള്ള ചില പ്രതികരണങ്ങൾ ഞങ്ങൾ കേൾക്കുകയുണ്ടായി. ഒപ്പം വനിതാ നേതാക്കളുടെ മാത്രമല്ല, മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടേതടക്കം. ഇതിനുശേഷം ഇപ്പോൾ വൈകുന്നേരമായപ്പോഴത്തേക്ക് വലിയ തരത്തിൽ സൈബർ ആക്രമണങ്ങൾ നേരിടുകയാണ്. കോൺഗ്രസിനകത്ത് തന്നെയുള്ള സൈബർ ആക്രമണമാണ് നേരിടുന്നതെന്നുള്ള വിവരങ്ങളാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. താങ്കൾ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ഈ വനിതാ നേതാക്കന്മാർക്ക് നിങ്ങളുടെ പാർട്ടിയിൽ പോലും സമാധാനം ഉണ്ടാക്കുന്ന സാഹചര്യമാണോ ഉള്ളത്? അല്ല, അങ്ങനെ നമ്മൾ കാണണ്ട. കോൺഗ്രസിനകത്ത് നിന്ന് അത്തരത്തിലൊരു സൈബർ ആക്രമണവും ഇല്ല. കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് പാർട്ടി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കും. കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ഡെമോക്രാറ്റിക് കൾച്ചർ ഉണ്ട്. അപ്പൊ അതിനകത്ത് നിന്നിട്ടുള്ള അഭിപ്രായങ്ങളാണ് കോൺഗ്രസിന്റെ വനിതാ നേതാക്കന്മാരായാലും മുതിർന്ന നേതാക്കന്മാരുമായിട്ട് പറഞ്ഞിട്ടുള്ളത്. പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടി ഭാരവാഹികളുടെ മാത്രമല്ലല്ലോ, പൊതുജനങ്ങളുടെ കൂടി ആണ്. പൊതുജനങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് കൂടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിന്റെ പ്രവർത്തകരും നേതാക്കന്മാരും മാത്രമല്ല ഈ പാർട്ടിയെ പിന്തുണയ്ക്കുന്നത്. അനുഭാവികളുണ്ട്, അണികളുണ്ട്. പൊതുസമൂഹത്തിൽ പാർട്ടിയെ കുറിച്ചിട്ടൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് CPM-നും BJP-യെ കുറിച്ചിട്ടുള്ളതല്ല. അല്ല, ഈ സൈബർ പടയെ നിയന്ത്രിക്കുന്നതിന് പിന്നിലെ കോൺഗ്രസിലെ 2 യുവ നേതാക്കൾക്ക് പങ്കുണ്ടെന്നുള്ള സൂചനയൊക്കെയാണ് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത് തന്നെ. എനിക്ക് മനസ്സിലായി, താങ്കളുടെ ചോദ്യം എനിക്ക് മനസ്സിലായി. പക്ഷെ അത്തരം സൂചനകളെ കുറിച്ചിട്ട് മറുപടി അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെടാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. പക്ഷെ എപ്പോഴും ഞങ്ങൾ എടുക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ട്. ഇപ്പൊ CPM-ന്റെ നേതാക്കന്മാർക്കെതിരെ ഒരു ആക്ഷേപം വരുമ്പോൾ, ഞങ്ങൾ ഒരു അഭിപ്രായം പറയുമ്പോൾ, ഞങ്ങൾ ഗുരുതരമായിട്ട് അത്രത്തോളം മോശമായിട്ടുള്ള രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ ഞങ്ങൾ നേരിടാറുണ്ട്, ഞങ്ങൾ വനിതാ നേതാക്കന്മാർ നേരിടാറുണ്ട്. സമാനമായ സാഹചര്യം ഇപ്പോൾ കോൺഗ്രസിനകത്തൊരു നേതാവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഭിപ്രായം പറയുമ്പോൾ വനിതാ നേതാക്കന്മാർ നേരിടുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ ഐഡിയോളജിക്കൽ പൊസിഷൻ മനസ്സിലാകാത്ത ആളുകളാണ്. അവര് യഥാർത്ഥ കോൺഗ്രസ്സുകാരാണോ എന്ന് ചോദിച്ചാൽ ഈ സൈബർ മേഖലയിൽ ഇരുന്നു കൊണ്ട് മറഞ്ഞിരുന്ന് ചെറി പറയുന്നത് അതൊരു നല്ല പൊളിറ്റിക്സ് അല്ല, കാലത്തിന്റെ രാഷ്ട്രീയമല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഇപ്പൊ ഉമാ തോമസ് ആയാലും മറ്റു വനിതാ നേതാക്കന്മാരായാലും സീനിയർ നേതാക്കന്മാരായാലും പ്രതിപക്ഷ നേതാവ് AICC ജനറൽ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ നേരിടുന്ന ആക്ഷേപം അതൊരു കോൺഗ്രസിന്റെ കൾച്ചർ അല്ല. കോൺഗ്രസ്സുകാർ അങ്ങനെ ചെയ്യില്ല. യഥാർത്ഥ കോൺഗ്രസ്സുകാര് നേതാക്കന്മാരെ ഇത്തരത്തിൽ വിഴുപ്പലക്കില്ല. കാരണം ഒരു തെറ്റ് കാണുമ്പോൾ ആ തെറ്റിനെ തിരുത്താൻ നോക്കുന്നവരെ തെറി വിളിക്കുന്നത് കോൺഗ്രസിന്റെ കൾച്ചർ അല്ല. ശരി, വളരെ നന്ദി ശ്രീ ജിൻഡോ ജോൺ ഞങ്ങളോട് പ്രതികരിച്ചതിന്, താങ്കളുടെ അഭിപ്രായം പറഞ്ഞതിന്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് രാഹുലിനെ പുറത്താക്കിയത്. ഈ വാർത്തയിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരണം.